അഴിമതി നിർമ്മാർജ്ജനത്തിനായി യുവജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ എന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരം ലയോള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കൈക്കൂലി വാങ്ങിക്കുന്ന മാത്രമല്ല കറപ്ഷൻ, കാര്യം വൈകിപ്പിക്കുന്നത് മുതൽ പല നിലകളിൽ കറപ്ഷനുണ്ട്. എത്രയും വേഗം തീർപ്പാക്കുക എന്നതാണ് നീതി. ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകല്യങ്ങളിലൂടെ ജനത്തിൽ നിന്ന് കൈക്കലാക്കുന്ന സമയം അതും കൈക്കൂലിയായിട്ട് തന്നെ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പ്രൊജക്ട് സീറോ എന്നൊരു പദ്ധതി കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ കേരളത്തെ അഴിമതി വിമുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ന് സിവിൽ സർവീസിൽ കാണുന്ന പല അഴിമതികളും, സമൂഹത്തിൽ കാണുന്ന പല അഴിമതികളും തുടച്ചു നീക്കുക എന്നത് ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ. അപ്പൊ അഴിമതി പരിപൂർണമായി തുടച്ചു നീക്കാൻ ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാകുന്നുള്ളൂ. ചടങ്ങിൽ ആദ്യ വിജിലൻസ് കമാൻഡോയായി നടൻ നിവിൻ പോളി വിജിലൻസ് വിസിൽ മുഴക്കി. പദ്ധതിയുടെ തുടക്കം വലിയൊരു മാറ്റത്തിന് വഴിവെക്കുമെന്ന് നിവിൻ പോളി പറഞ്ഞു. ഈ നാടിന്റെ പ്രതീക്ഷയായ എന്റെ മുന്നിലിരിക്കുന്ന ഓരോ യുവാക്കൾക്കും എന്റെ നമസ്കാരം. പ്രൊജക്ട് സീറോ ഒരു വലിയ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നാളുകളായി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാനെല്ലാം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയൊരു മൂവ്മെന്റിന്റെ തുടക്കമാണ് പ്രൊജക്ട് സീറോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ്, ഒരു നാട്, അഴിമതിയില്ലാതെ മുന്നോട്ട് ധൈര്യത്തോടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശവും ഒരു ഉറപ്പും ഒരു വിശ്വാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിരുന്നു. ആക്ഷൻ ഹീറോ ബിജു എന്നായിരുന്നു എൻ്റെ പേര്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ വലിയ ഇടിക്കാരനുള്ള പോലീസുകാരനെന്നല്ലെങ്കിലും ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ ക്ഷമയോടുകൂടി കേൾക്കുന്ന, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമൂഹം നിലനിൽക്കുന്നത് നിയമത്തിലുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ ഗവൺമെന്റിലും നമ്മുടെ നിയമത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോൾ എന്നാണോ ആ നിയമത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത്, ആ സമൂഹവും പതുക്കെ തകരാൻ തുടങ്ങുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പണം കൊണ്ട് കൊടുക്കുന്ന ഒരു കൈക്കൂലി മാത്രമല്ല അഴിമതി എന്നുള്ളത്. ഒരു വ്യക്തിയുടെ അവസരം ഇല്ലാതാക്കുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ അവസരം ഇല്ലാതാകുന്നത്, എത്ര പഠിച്ചാലും കുറുക്ക് വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയമെന്ന് ഉണ്ടാക്കുന്ന ഒരു തോന്നൽ. ഇല്ലെങ്കിൽ നമുക്ക് എത്ര മെറിറ്റ് ഉണ്ടെങ്കിലും പണവും അധികാരവും കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം, ഇതെല്ലാം കറപ്ഷന്റെ അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമത്തിലുള്ള വിശ്വാസത്തിലാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ സമൂഹം തകരും. കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല, മറ്റൊരാളുടെ അവസരം ഇല്ലാതാക്കുന്നതും കുറുക്കു വഴികൾ സ്വീകരിക്കുന്നതും അഴിമതി തന്നെയാണെന്നും നിവിൻ പോളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.